ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് പുട്ടിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ. കൂടെ തന്നെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതാ പതിവ് പോലെ രാവിലെ തന്നെ ഇതാ പാലൊക്കെ കാച്ചാനായിട്ട് ഇതാ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ നല്ല തണുപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല മഴയും ഉണ്ട്. നേരത്തെ തുടങ്ങിയ മഴയാണ് കേട്ടോ. 9 മണി വരെയൊക്കെ നല്ല മഴയായിരുന്നു. രാവിലെ എണീക്കാനൊക്കെ നല്ല മടിയാണ് കേട്ടോ ഇന്ന്. കാരണം തണുപ്പ് കൊണ്ട് എണീക്കാനോ ഒന്നിനും പറ്റുന്നില്ല. ഞാൻ ഷാൾ കൊണ്ട് പൊതിച്ചിട്ടാണ് കേട്ടോ പണിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതാ പാലൊക്കെ കാച്ചിയതിന് ശേഷം എന്താ ചായക്കുള്ള പാൽ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ചായ ഇട്ടിട്ടുണ്ട്. അങ്ങനെ മുജിക്കാക്ക് പോകുന്ന സമയമാകുമ്പോഴേക്കും ചായയൊക്കെ റെഡിയാക്കി കൊടുത്തു. അതിനുശേഷം എന്താ ഞാൻ റൈമോൾക്കുള്ള ദോശ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ റൈമോൾക്ക് കഴിക്കാനുള്ളതും അതുപോലെ തന്നെ സ്കൂളിലോട്ട് ലഞ്ചിന് കൊടുക്കാനുള്ളതും കൂടിയാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതാ ദോശ കൂടി ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് എപ്പോഴും ദോശ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടവും. അതുകൊണ്ടാണ് ദോശ ഞാൻ ചുട്ടു കൊടുക്കുന്നത് കേട്ടോ. സ്കൂളിലേക്കും എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മതി എന്നാണ് പറയൽ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ കൊടുത്തയക്കൽ. അങ്ങനെ ഇപ്പോൾ ഇതാ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ അയൺ ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഇതാ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള സ്നാക്സും ലഞ്ചൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ലഞ്ചിനായിട്ട് 2 ദോശ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അവൾ 1 മതി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തായാലും കുട്ടികളുടെ കൂട്ടത്തിൽ കഴിക്കുമ്പോൾ എന്തായാലും 2 കഴിക്കുമല്ലോ എന്ന് കരുതി 2 വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതാ ചമ്മന്തിയാണ് ആക്കി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ സ്നാക്സിനായിട്ട് കുറച്ച് ബിസ്ക്കറ്റാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. കുറച്ച് എരിവുള്ള ബിസ്ക്കറ്റാണ്. അപ്പോൾ ഇതാ അതുകൂടി ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ വെള്ളം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ സ്നാക്സും ലഞ്ചും എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം തന്നെ കിറ്റിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ സ്നാക്സും ലഞ്ചൊക്കെ റെഡിയാക്കി റയമോൾ സ്കൂളിലൊക്കെ പോയി. അതിന് ശേഷമാണ് ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ റയമോൾക്കുള്ള ദോശ മാത്രമേ ചുട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എനിക്കും ഉമ്മാക്കും എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ അതാ ഞാൻ ഓട്സ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് പുട്ട് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് ഓട്സ് എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടേ ഉള്ളൂ. നല്ലോണം നല്ല ഫൈനായിട്ട് പൊടിയണമെന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, ഒരുപാട് തരിയൊന്നും നല്ല ഫൈനായിട്ടൊന്നും ഇത് പൊടിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് നന്നായി തന്നെ ഒന്ന് നനച്ചെടുക്കാം. അപ്പം നമ്മൾ സാധാരണ പുട്ടിന് നനയ്ക്കില്ലേ, അതുപോലെയല്ല കേട്ടോ നനയ്ക്കുന്നത്. അതിൽ നിന്നും കുറച്ചുകൂടി നനവ് വേണം. അതായത് ഒരു കുഴഞ്ഞ പരുവത്തിലാവണം, ഒരുപാട് കുഴയരുത്. പിന്നെ ഇത് ഓട്സ് ആയതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒട്ടലൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതാ നന്നായി തന്നെ നനച്ചെടുക്കുന്നുണ്ട്. ഒന്ന് കട്ട പിടിക്കില്ലേ, ആ ഒരു പരുവാവണം കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായി തന്നെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ഇതാ കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഇതിൻ്റെ മാവ് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോഴേക്കും എന്താ ഞാൻ ഉമ്മാക്കുള്ള കട്ടൻ ചായക്കുള്ള വെള്ളം അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. നമ്മൾ പാൽ ചായ കുടിക്കലില്ല, കട്ടൻ ചായ തന്നെയാണ് എപ്പോഴും കുടിക്കൽ. അപ്പോൾ ഇതാ അതിനുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പൊടിയൊക്കെ കറക്റ്റ് പരുവായിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് നന്നായി തന്നെ കട്ടകളൊന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. വലിയ കട്ടകളില്ല, അത് മാത്രം ജസ്റ്റ് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി ഇത് മുഴുവനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് 1 കപ്പ് അളവിലുള്ള ഓട്സാണ് എടുത്തിരിക്കുന്നത്. കറക്റ്റ് ഒരു കുറ്റി പുട്ടിനുള്ള അളവാണ് കേട്ടോ ഇത്. കുറ്റിപ്പുട്ടാണെന്നുണ്ടെങ്കിൽ 1 കുറ്റി, മറ്റേ പുട്ട് എത്ര ഉണ്ടാവും എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് കറക്റ്റ് 1 കുറ്റിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ നന്നായി തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്.
നമ്മൾ സാധാരണ പുട്ടിൻ്റെ പൊടിയില്ലേ അതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. നല്ല സ്മൂത്തായിട്ട് തന്നെ ഉണ്ട്. ഒട്ടും തന്നെ കട്ട കുത്താതെ നല്ല സ്മൂത്തായിട്ടുള്ള പൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വേണം കിട്ടാനായിട്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഓട്സ് ജസ്റ്റ് നനച്ചിട്ട് പുട്ട് ചുടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കറക്റ്റ് പരുവത്തിൽ കിട്ടില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ദാ ഇനി പുട്ടും കുറ്റിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ പുട്ട് ചുട്ടെടുക്കുന്നത് പോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഞാൻ ഈ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ അവസാനത്തെ ലെയറും ആയിട്ടുണ്ട്. ഇതാ ബാക്കി ഉള്ള മാവ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, കറക്റ്റ് ഒരു കുറ്റി പുട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് തേങ്ങ കൂടി അവസാനമായിട്ട് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായി തന്നെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഓട്സ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓട്സ് കൊണ്ട് ഇതുപോലെ പുട്ടുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ കുമ്പളങ്ങയാണ് കറി വയ്ക്കുന്നത് കേട്ടോ. കുമ്പളങ്ങയും കൂടെ തന്നെ ചക്കക്കുരു ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നമുക്ക് ഒരു കറി വെക്കാമെന്ന് കരുതി. അങ്ങനെ ഇപ്പോൾ ഇതാ കുമ്പളങ്ങയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കുള്ള തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ കറി വെക്കുന്നത് കൊണ്ട് തന്നെ അതിൽ പുളിയൊന്നും ഒഴിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു 4 തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ തക്കാളിയൊക്കെ ഇതാ എല്ലാം തന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും ചക്കക്കുരു വെക്കുന്ന സമയത്ത് അതിൽ മാങ്ങ മുരിങ്ങക്കായൊക്കെ ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായ് എല്ലാം കൂടി ഇട്ടിട്ടുള്ള ആ ഒരു കറി കേട്ടോ. പിന്നെ മാങ്ങയുടെ സീസൺ കഴിഞ്ഞത് കൊണ്ട് മാങ്ങ കിട്ടാനില്ല, അതുകൊണ്ട് മാങ്ങ ഉണ്ടായിരുന്നില്ല കേട്ടോ. ചക്കക്കുരുവും കുമ്പളങ്ങയും കൂടി ഇട്ട് കറി വെച്ചു. മുരിങ്ങക്കായ ഉണ്ടായിരുന്നു, അതുകൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ അതിലേക്ക് പച്ചമുളകും പിന്നെ ഇതാ ചക്കക്കുരുവൊക്കെ ഉമ്മ നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നടുകി ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ ചക്കക്കുരുവൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടി കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചക്കക്കുരു കുറച്ച് ഗ്യാസാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു 4-5 വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി പുളി കുറവാകും എന്ന് തോന്നിയത് കൊണ്ട് ഒരു തക്കാളി കൂടി ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ മുളക് പൊടി ഒരു 2 ടീസ്പൂണും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ജസ്റ്റ് ഒരു വിസിലൊന്ന് ആക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു വിസിലാണ് കറക്റ്റ് പരുവട്ടോ. പിന്നെ ഞാൻ മുരിങ്ങക്കായ ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത് വെന്തതിന് ശേഷം വിസിലൊക്കെ പോയതിന് ശേഷമാണ് ജസ്റ്റ് ഞാനൊന്ന് മുരിങ്ങക്കായ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത്. പിന്നെ മുരിങ്ങക്കായ്ക്ക് ഒരുപാട് വേവൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ വേകുന്ന സമയം കൊണ്ട് എല്ലാം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ റെഡിയായി. അപ്പോൾ ഉച്ചയ്ക്കുള്ള കറി റെഡിയായി, ചോറും റെഡിയായി. അപ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്ക് വരുന്ന സമയത്താണ് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ മീൻ എപ്പോഴും ഇതുപോലെ തന്നെ ഉച്ചയ്ക്ക് വരുന്ന സമയത്ത് പണിക്ക് ലഞ്ച് ടൈമില്ലേ ആ ഒരു സമയത്ത് വരുന്ന സമയത്താണ് മീൻ എപ്പോഴും കൊണ്ടുവരൽ. അപ്പോൾ കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ മീൻ പൊരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ജസ്റ്റ് ചായ കുടിക്കാനായിട്ട് ജസ്റ്റ് പുറത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ തനിമോളിനെ വിളിച്ചിട്ട് വരുന്നില്ല. അപ്പോൾ ഞാനിപ്പുറത്ത് ഇരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിലിരിക്കുന്ന സമയത്ത് അവൾ വിളിച്ചിട്ട് വന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇരുന്ന് കഴിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ അവൾക്കുള്ള പാലും അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റും കൂട്ടിയിട്ട് ജസ്റ്റ് വൈകുന്നേരം എപ്പോഴും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളിരുന്ന് ചായ കുടിക്കുന്ന
സമയമാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിതാ തനിമോള് നല്ല കളിയിലാണ് കേട്ടോ, നല്ല ചിരിയും കളിയാണ്. കുറച്ച് നേരം അവളുടെ കളിയൊക്കെ കണ്ട് കുറച്ച് നേരം അവളുടെ കൂടെ അങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ തനിമോള് എന്നെ ഒന്ന് തുറച്ച് നോക്കുന്ന സീനാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് റൈമോള് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന് അവൾക്ക് ഡിക്റ്റേഷനൊക്കെ ഒന്ന് ഇടുകയാണ് കേട്ടോ. അപ്പം മലയാളവും ഹിന്ദിയും ഒക്കെ ഒന്ന് പഠിക്കാനുണ്ടായിരുന്നു, കുറച്ച് ഡിക്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മുജിക്ക തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ മുജിക്ക പിന്നെ ഫോണിൽ തോണ്ടി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തനിമോൾ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ പരാതി മുജിക്കാനോട് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ റൈമോളുടെ ടെസ്റ്റൊക്കെ ഒന്ന് ഇട്ടിട്ട് ഞാൻ ഡിക്റ്റേഷന് ഒക്കെ ഒന്ന് ശരിയാണോ തെറ്റാണോ എന്നൊന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ടും ശരിയായിട്ടുണ്ട്. അപ്പോൾ വെരി ഗുഡ് എന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.